ഒരു തിരഞ്ഞെടുപ്പിൽ തോൽവിയും ജയവും സഹജമാണ്. എന്നാൽ CPM-കാർ മറ്റ് പാർട്ടികളെ ആക്രമിക്കുന്നത് കൂടാതെ ഇപ്പോൾ ചൂരൽമലയിലെ ദുരിതബാധിതർക്കിടയിലും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്, അതും FB പേജിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും. വയനാട്ടിലെ നാണം കെട്ട തോൽവിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ടി സിദ്ദീഖ് വിജയിച്ചു എന്ന വാർത്തയുടെ താഴെയാണ് ഇവരുടെ ഒരു ചൂരൽമലയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സൈബർ വിങ്ങിൻ്റെ ഒരു കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഒരു 2024 ഒരു രാത്രി കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ ഒരു പ്രദേശം, അതാണ് ചൂരൽമല. അവിടെ സാധാരണക്കാരും അല്ലെങ്കിൽ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് അവർക്കൊരു വീട്, ടൗൺഷിപ്പ് പോലെ വാസസ്ഥലത്തിനായി എല്ലാവരും കൈകോർത്തു. അപ്പോഴും ഈ ആഗ്ര ചലഞ്ച്, ബിരിയാണി ചലഞ്ച് പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറെക്കുറെ എല്ലാത്തിനും മുന്നിട്ട് നടന്നിരുന്ന സഖാക്കൾ, CPM സൈബർ സഖാക്കൾ ആ ഒരു സമയത്ത് എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു. നമ്മളല്ലേ ഇവർക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നിന്നിട്ട് അവസാനം അവിടെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നന്ദികെട്ട നായ്ക്കൾ എന്നാണ് ഈ ഒരു ചൂരൽമല നിവാസികളെ അധിക്ഷേപിച്ചത്. ഇനി അങ്ങോട്ട് ഒന്നിനും ഇടപെടില്ല, അങ്ങനെയൊക്കെ ഉള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. അതെ, അതായത് നന്നായി, ഇനി കേരളത്തിൽ എന്ത് ദുരന്തം നടന്നാൽ ഞാൻ ഇനി ഈ ഒരു ഫണ്ടിലേക്ക് ഒരു രൂപ പോലും മുടക്കില്ല എന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത്. ശരിക്കും എന്താണ് ഇവരുടെ ഒരു മെന്റാലിറ്റി എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദ ഒക്കെ വേണ്ടതെന്ന് ചോദിക്കില്ലേ, ഒരു ലെവലേശം മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പിൽ, അഥവാ ജനങ്ങൾ ആ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മതി എന്നുള്ള രീതിയിൽ അവരെ ജയിച്ചപ്പോൾ, ആ ഒരു ജനവിധി വന്നപ്പോൾ കൊണ്ടത് CPM-ൻ്റെ ഒരു മാനത്തിനേറ്റ ക്ഷതമാണ്. അതുമാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ചടങ്ങിൽ വെച്ച് ഒരു MLA കൂവി നാറ്റിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഒരു MLA പരസ്യമായിട്ട് കൂവി നാറ്റിച്ച് വിട്ട് അത് വലിയ മേന്മയായിട്ട് നടക്കുന്ന കുറച്ച് കൂവൽ സഖാക്കൾ. അതിനുശേഷം കുറച്ച് ആഴ്ചയ്ക്ക് ശേഷം ആ ഒരു ടൗൺഷിപ്പ് കാണാൻ നടൻ മമ്മൂട്ടി അവിടെ എത്തുന്നു. അപ്പോൾ ഈ മമ്മൂട്ടി എത്തുന്നത് ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയാണ്. ആ മമ്മൂട്ടിയെ പോലെ വേറെ ഒരുപാട് ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതിനെ CPM-ൻ്റെ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിൻ്റെ PR ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖ് ആ ഒരു മമ്മൂട്ടിയുടെ കൂടെ തന്നെ നിന്നു. മമ്മൂട്ടി അയാളെ തടഞ്ഞിട്ട് എന്തിനാ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾ വന്നാൽ നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് ആൾക്കാർ കരുതും. അത് പറഞ്ഞതിന് അതിനുശേഷം മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ ഒരു സൈബർ ആക്രമണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് തനിക്കെതിരെ പറഞ്ഞാൽ അതായത് ഇന്ദ്രനോ ചന്ദ്രനോ എന്ന് നോക്കില്ല, ആരെയും കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ആരെയും നശിപ്പിക്കും, ആരെയും ഇല്ലാതാക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു CPM-ൻ്റെ സൈബർ ഹാൻഡിലുകൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു രാത്രി കൊണ്ട് സ്വന്തം ഉറ്റവരുടെയും ഉടയവരുടെയും ജീവിതം കൊണ്ടുപോയി. സ്വന്തമായിട്ട് പറയാനൊരു വാസസ്ഥലമില്ല, ഒരു പുൽനാമ്പ് പോലും കിളിർക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നിരുന്ന ചൂരൽമല നിവാസികളോട് അല്ലെങ്കിൽ ഒരാളും പറയാത്തൊരു ഭാഷയിലാണ് ഈ ഒരു CPM-ൻ്റെ സൈബർ സഖാക്കൾ ആ ഒരു ഭാഷയിൽ പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ BJP-കാരിൽ നിന്നോ അല്ലെങ്കിൽ സംഖ്യകളിൽ നിന്നോ ഇതുപോലൊരു വാക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരതല്ല, അതിനപ്പുറം പറയും. പക്ഷെ അതായത് CPM പറഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെയും പറയുമോ, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്നുള്ള ഒരു അത്ഭുതത്തിലായി ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ. വൃത്തിയില്ലാത്ത ജന്മങ്ങളെന്നും ഇനി എന്തെങ്കിലും ആയാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ തരം താഴാൻ CPM-ന് എങ്ങനെയാണ് കഴിയുന്നത്? ഇപ്പോൾ BJP-യെക്കാളും തരം താഴ്ന്ന രീതിയിലാണ് CPM-കാർ ഇപ്പോൾ തോൽവിക്ക് ശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, പൊതുനിരത്തിലും ഇവരുടെ ഒരു അക്രമം അഴിച്ചുവിട്ടുന്ന പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി. ഒരു ജാഥയാണ് പോകുന്നത്. ഒരു ജാഥ, അവരുടെ കയ്യിൽ വടിവാൾ അല്ലെങ്കിൽ വലിയ കമ്പും അല്ലെങ്കിൽ വലിയ ആയുധങ്ങളെല്ലാമാണ്. ഒരു ജാഥയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു പ്രതീതി പോലെയാണ് അവർ അവിടെ ഒരു പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടു ഈ പലയിടത്തും, അതായത് തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കോഴിക്കോട് അതുപോലുള്ള ഓരോ എറണാകുളത്തായാലും ഇതുപോലെ ഓരോ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്
മുതിർന്നവരെ കണ്ടാണ് കുട്ടികളും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുതിർന്ന CPM പ്രവർത്തകരെ കണ്ടാണ് SFI പോലുള്ള സംഘടന, വിദ്യാർത്ഥി സംഘടനകൾ, DYFI സംഘടനയിലുള്ള പ്രവർത്തകരും പഠിക്കുന്നത്. ഇതിലെ ഈ ഒരു കമൻറ്റിൽ മിക്ക പ്രൊഫൈലും നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം ഈ ഒരു യുവാക്കളാണ്. അതായത് നാടിൻ്റെ നാളെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി വാഗ്ദാനം എന്ന് പറയുന്ന യുവാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ SFI പോലുള്ള പ്രവർത്തകർ അവരൊരു മയമില്ലാത്ത രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ PM ഹർഷോയുടെ ഒരു ഷോ ആരും മറന്നു കാണില്ലല്ലോ. അതുപോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ SFIയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ പിണറായി വിജയൻ അല്ലെങ്കിൽ MV ഗോവിന്ദൻ അതുപോലുള്ള ഉൾപ്പെടുന്ന ഒരാൾ ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ ഈ CPMൻ്റെ സൈബർ വിങ് ഹാൻഡിൽ ചെയ്യുന്ന MV നികേഷ് കുമാർ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെങ്കിലും വിലക്കാമായിരുന്നു, അവർക്കെങ്കിലും പറയാമായിരുന്നു ഇതുപോലുള്ളൊരു മോശം കമൻറ്റ് അല്ലെങ്കിൽ മോശം പ്രവണത ഒഴിവാക്കുക എന്നുള്ളത്. ആ ഒഴിവാക്കരുത് എന്ന് പറയുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മൗനം സമ്മതം എന്നുള്ള ഒരവസ്ഥയാണ് ഇവർക്ക്, ഒരു ചെറിയൊരു ബേസിക് സപ്പോർട്ടാണ് ഇവർക്ക് ലഭിക്കുന്നത്. കാരണം നിങ്ങൾ എന്തും ചെയ്തോ ഞങ്ങളല്ലേ കൂടെ എന്നുള്ള നിലയ്ക്കാണ്, അതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു ഇത് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ചൂരൽമലയിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു സ്ത്രീ കമൻ്റ് ഇട്ടു, അതായത് മുലയൂട്ടാനായിട്ട് എൻ്റെ ഭാര്യ ഒരുക്കമാണ്, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതിൻ്റെ താഴത്ത് 1-2 പേർ വന്ന് കമൻറ്റ് ചെയ്തു, ഞങ്ങൾക്കും കൂടി തരുമെന്ന്. ആ ഒരു പ്രൊഫൈൽ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ സംഘപരിവാർ ചായവുള്ള ഒരാളുടെ പ്രൊഫൈലായിരുന്നു. ഏറെക്കുറെ അയാളുടെ ഒരു വൈകൃതത്തിനനുസരിച്ചുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ ആ ഒരു പോസ്റ്റിന് താഴെ വരുന്ന ആ ഒരു പല കമൻറ്റുകളും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി വിധി എഴുതി. ഈ 10 വർഷം നിങ്ങൾ ഭരിച്ചില്ലേ, ആ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്. ഇനിയുള്ള 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള ഒരു 10 വർഷത്തേക്ക് UDF തന്നെ നേതൃത്വം വഹിക്കട്ടെ എന്നുള്ള രീതിയിൽ കേരളം വിധി എഴുതിയപ്പോൾ ആ കേരളത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതുപോലെ സൈബർ ബുള്ളിങ്ങിലൂടെ എതിർക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ചൂണ്ടിക്കാട്ടുന്ന തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി തിരിച്ചു വരാൻ ശ്രമിക്കുമോ?